നിങ്ങളുടെ കുഞ്ഞിന്റെ സംസാരത്തില് വ്യക്തത കുറവ് തോന്നുന്നുണ്ടോ? അതല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളിൽ നിന്നോ കുഞ്ഞു പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, എന്താണ് പറഞ്ഞത് എന്ന് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് തിരിച്ചു ചോദിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വീട്ടിൽ ശ്രദ്ധിക്കേണ്ടത്? അതിനെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒന്നാമതായി വീട്ടിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിന്റെ നാക്ക് നന്നായി ചലിപ്പിക്കാൻ കുഞ്ഞിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. നാക്ക് വായ്ക്ക് പുറത്തേക്കിട്ട് മേൽചുണ്ടിലോട്ടും താഴോട്ടും ഇരുവശങ്ങളിലോട്ടും നാക്ക് നന്നായി ചലിപ്പിക്കാൻ കുഞ്ഞിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതിനായി എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ വെച്ച് മേൽചുണ്ടിലോട്ട് വെച്ച് തേനോ അല്ലെങ്കിൽ ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ മേൽചുണ്ടിൽ വെച്ചിട്ട് നാക്ക് നീട്ടി അത് വളച്ച് നക്കിയെടുക്കാനായിട്ട് പറയാം. ഇരുവശങ്ങളിലും വെച്ച് നോക്കി നാക്ക് ഈ വശങ്ങളിലോട്ട് നീട്ടി ഇതെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ട് വീട്ടിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത്. അപ്പൊ നാക്കിനടിയിൽ കെട്ടുള്ള കുട്ടികളാണെങ്കിൽ നാക്ക് ഒട്ടും തന്നെ മുകളിലോട്ട് പൊക്കാനായിട്ട് സാധിക്കില്ല, അതുപോലെ തന്നെ വശങ്ങളിലോട്ട് ഇങ്ങോട്ടൊന്നും എത്തില്ല. ഈ പുറം ഭാഗത്തോട്ട് ചുണ്ടിന്റെ ഇരുവശങ്ങളിലോട്ടും നാക്ക് പുറത്തോട്ട് എത്തില്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെ സംശയിക്കുന്നെങ്കിൽ, നാക്കിനടിയിൽ കെട്ടുണ്ട് അല്ലെങ്കിൽ കുഞ്ഞിന്റെ നാക്കിന്റെ ചലനം കുറവാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു ENT ഡോക്ടറെയോ സ്പീച്ച് തെറപ്പിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യുക. അപ്പൊ അവർ അസസ്മെന്റ് ചെയ്തിട്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പല കുട്ടികളും സംസാരിക്കുമ്പോൾ ആവശ്യത്തിലുള്ള മൂവ്മെന്റ്സ് കുറവായിരിക്കും. ചുണ്ടിന്റെയും വായുടെയും ഈ ആർട്ടിക്കുലേറ്റേഴ്സിന്റെ ഒക്കെ മൂവ്മെന്റ്സ് കുറവായിരിക്കും. പല കുട്ടികളും ഒരേ പൊസിഷനിൽ പിടിച്ചിട്ട് ചുണ്ട് അനങ്ങാതെ അധികം അനക്കാതെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പല കാര്യങ്ങളും സംസാരിക്കുമ്പോഴും ആ, ഇ, ഉ എന്നീ ശബ്ദങ്ങൾ കമ്പൈൻ ചെയ്ത് നാക്ക് ആ ഒരു പൊസിഷനിലോട്ട് മൂവ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ പല കുട്ടികൾക്കും സംസാരത്തിന് വ്യക്തത കുറവുള്ള കുട്ടികളിൽ ഈ ചുണ്ടിന്റെയും മൂവ്മെന്റ്സ് എല്ലാം കുറവായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടോ കുഞ്ഞിന് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് അവരോട് ആവശ്യപ്പെടുക, നന്നായിട്ട് ചുണ്ടും വായും നാക്കെല്ലാം നന്നായിട്ട് അനക്കി സംസാരിക്കാനായിട്ട് പറയാം. അടുത്തതായിട്ട് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞിന്റെ സംസാരത്തിന് സ്പീഡ് കൂടുതലാണോ എന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ സ്പീഡ് കൂടുതലായിട്ട് വരുന്ന സമയത്തും പറയുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് പറയാതെ ഒമിറ്റ് ചെയ്ത് പോവാം, വ്യക്തത കുറവ് വരാം, അങ്ങനെ മറ്റു പല സ്പീച്ച് പ്രോബ്ലംസും വരാം. അപ്പൊ സംസാരത്തിന്റെ സ്പീഡ് കുറയ്ക്കാനായിട്ട് ആവശ്യപ്പെടാം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിച്ചു, ഈ കാര്യങ്ങളൊക്കെ കുഞ്ഞിനെ പറഞ്ഞു നോക്കിയിട്ടും നിങ്ങൾക്ക് സംസാരത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ്, വ്യക്തത കുറവ് തന്നെയാണ് എങ്കിൽ ഒട്ടും വൈകാതെ തന്നെ ഒരു സ്പീച്ച് തെറപ്പിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക.